നമസ്സർവേഭ്യഃ. ഇന്ന് സംസ്കൃതാക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഏതൊരു ഭാഷയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്ന് കൃത്യമായ ഉച്ചാരണമാണ്. സംസ്കൃതത്തിൽ ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉച്ചാരണത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ആ വാക്കിന്റെ അർത്ഥത്തെ ഗണ്യമായി മാറ്റിയേക്കാം. ഉദാഹരണത്തിന്, ഫലം എന്ന വാക്ക് നോക്കാം. ഫലം എന്നാൽ പഴം എന്നാണ് അർത്ഥം. എന്നാൽ ഫലം എന്നുള്ള വാക്ക് ഫലം എന്നുച്ചരിച്ചാൽ മാംസം എന്നാകും അർത്ഥം. വേറൊരു വാക്ക് നോക്കാം, അംശഃ, മൊത്തത്തിന്റെ ഒരു ഭാഗം. എന്നാൽ അംസഹ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ തോൾ എന്നാകും അതിന്റെ അർത്ഥം. അതായത് ഷായ്ക്ക് പകരം സാ ഉച്ചരിച്ചാൽ അവിടെ അർത്ഥം മാറുന്നതാണ്. നമ്മൾ കേരളീയർക്ക് സംസ്കൃതാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ യാതൊരു വൈഷമ്യവും തോന്നാൻ സാധ്യതയില്ല. കാരണം മലയാള പദങ്ങളിൽ കൂടുതലും സംസ്കൃത പദങ്ങളുടെ സ്വാധീനം കാണാം. സംസ്കൃതത്തിൽ ഒരക്ഷരത്തിന് ഒരു ഉച്ചാരണമാണ്, ഒരു ഉച്ചാരണത്തിന് ഒരക്ഷരവും. നമ്മൾ മലയാളികള് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഗ, ജ, ഡ, ദ, ബ, യ, ര, ല എന്നീ അക്ഷരങ്ങൾ നോക്കാം. മലയാളത്തിൽ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ യകാരഛായ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗജം, ഗജം, ജലം, ജലം, ജന്തു, ജന്തു. ഒരു യകാരഛായ ചേർത്താണ് നമ്മൾ ഉച്ചരിക്കാറ്. ഡംഭ്, ഡംബ്, ദക്ഷൻ, ദക്ഷൻ, ദക്ഷയാഗം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ പറയുന്നത്. ബലം, ബലം, നല്ല ബലമുള്ളതാണ് എന്ന് പറയാറുണ്ട്. യക്ഷി, യക്ഷി, രഹസ്യം, രഹസ്യം, ലഘു, ലഘു എന്നിങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കാറുള്ളത്. പക്ഷേ സംസ്കൃതത്തിൽ ഈ യകാരഛായ കൂടാതെ ഗജത്തിന് ഗജം, ജലം, ജന്തു, ഡംഭ്, ദക്ഷൻ, ബലം, യക്ഷി, രഹസ്യം, ലഘു എന്നിങ്ങനെ തന്നെ ഉച്ചരിക്കണം. വേറൊന്ന് നമ്മൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ത് എന്ന ശബ്ദം മലയാളത്തിൽ ല് ആയി ഉച്ചരിക്കാറുണ്ട്. ഉത്സവം എന്നുള്ളതിന് ഉത്സവം, ഉത്സവത്തിന് പോവുകയാണ് എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ വത്സൻ എന്നുള്ളതിന് വത്സൻ, പ്രചോദയാത് എന്നുള്ളതിന് പ്രചോദയാല് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് അല്ലെ. പക്ഷേ സംസ്കൃതത്തിൽ ത് എപ്പോഴും ത് എന്ന് തന്നെ ഉച്ചരിക്കണം. ഇന്ന് ഇത്രയും മനസ്സിലാക്കുക. ധന്യവാദ.